ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണം വെളുപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ വൻ തോക്കുകളുണ്ടെന്ന് കോടതി. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കാരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യമന്ത്രിയുടെ സ്വാധീനം ചർച്ചയാക്കാൻ പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് കേസിലെ എഫ്ഐആറും മൊഴിപ്പകർപ്പുമടക്കമുള്ള അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയിൽ ഇഡി ചൂണ്ടിക്കാട്ടി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ സമർപ്പിച്ചത്. നേരത്തെ കേസിലെ എഫ്ഐആറും രേഖകളും നൽകണമെന്നാവശ്യപ്പെട്ട് ഇഡി റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും രേഖകൾ കൈമാറാനാകില്ലെന്നും വ്യക്തമാക്കി കോടതി ആവശ്യം തള്ളിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പരിഗണിക്കുന്ന കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ഇഡി അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ കോടതിയിൽ എതിർത്തു. നിലവിൽ SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനാൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ഈ മാസം 10-ന് വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെരഞ്ഞെടുപ്പ് വരെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോരുമുറുക്കി. വൻ തോക്കുകളെ കുറിച്ചും അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടും പരമാവധി വൈകിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇനിയും പ്രധാനപ്പെട്ട നിരവധി പേരെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെക്കാൾ പ്രധാനപ്പെട്ട വൻ തോക്കുകൾ ഉണ്ടെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും പത്മകുമാർ ദൈവതുല്യൻ എന്ന് വിശേഷിപ്പിച്ച ആളും ഉൾപ്പെടെയുള്ള വൻ തോക്കുകൾ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കൾ വന്നു ചേരുമെന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത്. 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലായിട്ടും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന വാശിയിലാണ് CPM. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായി ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്കെതിരെ പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് CPM. ജയിലിലായവരെ ഭയന്നാണ് CPM നിൽക്കുന്നത്. കൂടുതൽ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്ന പേടിയിലാണ് CPM. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് CPM കുടപിടിച്ചു കൊടുക്കുകയാണ്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കവർന്ന് കോടീശ്വരന് വിറ്റെന്നും വ്യാജ മോൾഡ് ഉണ്ടാക്കിയെന്നുമാണ് കോടതി പറഞ്ഞത്. കോടികളുടെ ഇടപാടാണ് നടന്നത്. 2ാമത്തെ കേസിലും പത്മകുമാർ പ്രതിയായി. എന്നിട്ടും ജയിലിൽ കിടക്കുന്നവർക്കെതിരെ നടപടി എടുക്കില്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPM നിലപാടിൽ അയ്യപ്പ ഭക്തർ മാത്രമല്ല കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. SITക്ക് മേൽ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരെ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുതെന്ന സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നത്. കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ പറഞ്ഞു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് പ്രതിപക്ഷത്തിന്റെ കയ്യിലുമുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നത്. ഇപ്പോൾ ജയിലിലായവരെക്കാൾ വലിയ വൻതോക്കുകളെ കൂടി അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടും പരമാവധി വൈകിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 2019-ൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വർണം വീണ്ടും പൂശുന്നതിനായി പാളികൾ എടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനമെടുത്തപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന S ജയശ്രീ ഈ തീരുമാനം ഉത്തരവായി പുറത്തിറക്കിയപ്പോഴാണ് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനമായത്. ഇത് ഉന്നതരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള വലിയ സ്വാധീനം വ്യക്തമാക്കുന്നുവെന്ന കോടതി നിരീക്ഷണം CPMനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. സ്വർണ്ണപ്പാളി സ്വർണം പൂശേണ്ട ആവശ്യമില്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹർജിക്കാർ ദ്വാരപാലക ശില്പങ്ങൾ കൈമാറാൻ അനുമതി നൽകിയത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പൂശിയതെന്ന് ബോർഡ് തീരുമാനത്തിലും ബന്ധപ്പെട്ട മഹസറിലും രേഖപ്പെടുത്തിയാൽ സ്വർണം കവർച്ച ചെയ്യാമെന്നും വിറ്റ് പണമുണ്ടാക്കാമെന്നും പ്രതികൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെങ്കിൽ ഇത് കൈമാറാൻ അനുവദിക്കുമായിരുന്നില്ല. പ്രഥമ ദൃഷ്ട്യാ പങ്കു വ്യക്തമായതിനാൽ ജയശ്രീയെയും ശ്രീകുമാറിനെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് UDFനെ രാഷ്ട്രീയ ആയുധമാക്കാം.